കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, സൈന്യം രംഗത്തിറങ്ങിക്കഴിഞ്ഞു, അവരുടെ ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കൊപ്പം അപകടമുഖത്തേക്ക്, ദുരന്തമുഖത്തേക്ക് എത്തിച്ചേരാൻ മാധ്യമപ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ടോ? സൈന്യം ഇപ്പോൾ കാണുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ദുരന്തമുഖത്തേക്ക് കൂടുതൽ ശക്തമായ സൈനിക സംവിധാനം ഉണ്ടാകുന്നു. ഒപ്പം അവിടെ മഴയുണ്ടാകുന്നുണ്ടോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തെ ദുർഘടമാക്കുമോ, മന്ദഗതിയിലാക്കുമോ എന്ന പ്രതിസന്ധിയുണ്ട്. എന്തായാലും സൈന്യം കളത്തിലിറങ്ങുന്നതോടുകൂടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനാകുമെന്നതാണ്. 40 അംഗ സൈനിക സംഘമാണ്, കരസേനാ സംഘമാണ്, ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. മിനിറ്റുകൾക്കകം അവിടെ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനം അവിടെ ഏറ്റെടുക്കുകയാണ്. ബൈജു, സൈന്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞോ? തീർച്ചയായും അവരുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. സൈന്യം അല്പസമയം മുമ്പാണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് സൈന്യം എത്തി. നേരിട്ട് നമ്മളിപ്പോൾ നേരത്തെ രാവിലെയൊക്കെ നമ്മൾ കാണിച്ച സ്ഥലത്ത് ആ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇപ്പോൾ സൈന്യത്തിന്റെ സംഘമുള്ളത്. അവരവിടെ ഇപ്പോൾ നടത്തുന്ന ഈ തെരച്ചിലിലെ സംഭവത്തിലും ആ സ്ഥലത്തെ കുറിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് സ്ഥിരീകരിക്കാത്ത ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് സൈത്തെ. അത് നമുക്ക് സ്ഥിരീകരിക്കാനുണ്ട്. ഒരു വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയതായി ഒരു സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. നമുക്ക് അതിലൊരു സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു വാഹനം, ഒരു ലോറിയുടെ ഒരു ഭാഗം കണ്ടതായി നമുക്കൊരു വിവരമുണ്ട്. അതേതായാലും ഒരു സ്ഥിരീകരിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതീക്ഷയാണ് ഇനിയുള്ള മണിക്കൂറുകൾക്ക് നമുക്ക് ലഭിക്കുന്നത്. ആ വാഹനത്തിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് കഴിയും. പക്ഷെ അതിനൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും സൈന്യം കൂടി എത്തിയതോടുകൂടി പ്രതീക്ഷ ഇരട്ടിയാക്കുന്നു. മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന പരിശോധനാ സംഘങ്ങളെല്ലാം, രക്ഷാ ദൗത്യ സേനകളെല്ലാം ഇവിടെയുണ്ട്. അവരോടൊപ്പം സൈന്യം കൂടി ചേരുന്നതോടുകൂടി ഈ തെരച്ചിൽ ഇനി അത്രയും ഊർജിതമായ രീതിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാലും എത്രയും പെട്ടെന്ന് അർജുനിലേക്ക് എത്താൻ സാധിക്കും, അത് ഇനി വലിയ സമയം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ സിദ്ധരാമയ്യ, കർണാടക മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ കയറ്റിവിട്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രവൃത്തി നടത്തുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളുള്ളത്. എന്തായാലും നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സൈന്യം തെരച്ചിൽ നടത്താൻ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനാവും. ആ സംഘം അവർ 3 വാഹനങ്ങളും 2 ജീപ്പുകളിലുമായാണ് ഈ സംഘം എത്തിയത്. 40 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഇവിടെ എത്തിയത്. രാവിലെ 10 മണിക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും വളരെ വൈകി 2 മണിയോട് കൂടിയാണ് ഇപ്പോൾ ഈ സൈന്യം ഈ കളത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി വേഗത കൈവരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ എല്ലാ സേനാ വിഭാഗങ്ങളും ഒരുമിക്കുന്ന ഒരു കാഴ്ച, അർജുനായുള്ള വലിയ തെരച്ചിൽ ഇവിടെ നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഒപ്പം ഈ സമീപ പ്രദേശത്തെ പുഴയിലും നേവിയുടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഈ പുഴയിൽ നേരത്തെ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഒഴുക്കിൽപ്പെട്ടോ മറ്റോ ഏതെങ്കിലും കാരണവശാൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി കണ്ടെത്താനുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും 3 ജീവനുകളാണ് ഇപ്പോൾ ഈ മണ്ണിനടിയിലുള്ളത്. നമ്മുടെ അർജുന്റേത് ഉൾപ്പെടെ 3 ജീവനുകൾ ഈ മണ്ണിനടിയിലുണ്ട്. 3 മിസ്സിംഗ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വലിയ ദുരന്തമുണ്ടായ ഒരു സ്ഥലമാണ്. വളരെ വൈകി 6 ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന എന്നതും വളരെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും പരിശോധന തുടരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ആ കാര്യത്തിൽ ഉടൻ നമുക്കൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ അവിടുന്ന് പങ്കുവയ്ക്കാൻ വരുന്ന മിനിറ്റുകളിൽ കഴിയും. പ്രേക്ഷകർ കാത്തിരിക്കുക.